ഹലോ ഫ്രണ്ട്സ്, സച്ചിൻ്റെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര രീതിയിൽ അടവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിള്ളേർ ടൂർ പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഇത് തിരിച്ചറിയുന്ന ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി എന്തെങ്കിലും കഴിക്കുക, എൻ്റെ മരുന്ന് കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മരുന്നൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മരുന്നൊന്നും വേണ്ട, എനിക്ക് മരുന്നൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റേ സുഗുണം എന്ന് പറഞ്ഞ ഡ്രൈവർ വിളിക്കുന്നുണ്ട്. സാർ എന്താ എന്ന് പറയുമ്പോഴത്തേക്ക്, സുഗുണ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പോകാം, എനിക്ക് ചെറിയ 1-2 വർക്ക് കൂടെ ഉണ്ട്, കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടത്തേക്ക് രവീന്ദ്രൻ വരും. രവീന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് വേറൊന്നുമല്ല, എനിക്ക് ഭയങ്കര വയറുവേന രവിയേട്ടാന്ന് പറയുമ്പോഴത്തേക്ക്, അതെ അമ്മയ്ക്ക് ഭയങ്കര വയറുവേന അച്ഛ എന്നുള്ള രീതിയിൽ ശ്രുതി പറയുന്നുണ്ട്. ഈ സമയത്ത് വയറുവേന അതങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിക്ക് ചോദിക്കുമ്പോഴത്തേക്ക്, എനിക്ക് ഭയങ്കര വയറുവേന എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ്രമതി പറയുകയാണ്. അപ്പോൾ ആടവസൂത്രമാണെന്ന് നമ്മുടെ ശ്രുതിക്കറിയാം. അപ്പോഴത്തെ ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ മാറിക്കോളും, കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ മാറത്തൊന്നുമില്ല എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്ടും നിനക്കിങ്ങനെ വയറുവേദന ഉണ്ടാകുന്നതല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്നാന്ന് അറിയത്തില്ല കേട്ടോ, കഴിച്ച ഫുഡിൻ്റെ ആണോ എന്നാന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു വയറുവേദന എടുക്കുന്നുണ്ട് അതായത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ പോകാൻ നോക്ക്, നിങ്ങൾ ടൂർ പോകാൻ നോക്ക്, അതൊക്കെ മാറിക്കോളും, അത് കുറച്ച് ഏതെങ്കിലും ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് പറയുമ്പോഴത്തേക്ക്, ഒരു മെഡിസിൻ മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രുതി ഒരു മെഡിസിനൊക്കെ മേടിച്ചുകൊണ്ടിരുന്നിട്ട് അത് വിഴുങ്ങിയോന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. അത് വിഴുങ്ങിയതാണോ അല്ലെങ്കിൽ അത് വായിക്കാത്തുണ്ടോ എന്നറിയത്തില്ല. അത്രമാത്രം അതൊരു പാതി അടവോടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, അതായത് ചന്ദ്രമതി അടവെടുത്താൽ നിൽക്കുന്ന, അവർ ടൂർ പോകാതിരിക്കാൻ വേണ്ടി അടവെടുത്താൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ട്. അത് അടുത്ത സീൻ കാണിക്കുന്ന നമ്മുടെ രേവതിയും സച്ചിയാണ്. അവർ രണ്ടും പറഞ്ഞിട്ടുണ്ട്, രേവതി പോകാനെല്ലാം പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, നമുക്ക് പോകാം, ഇന്ന് പോകുമല്ലോ ചോദിക്കും. ഇന്ന് പോകാനോ, ഇനി നമുക്കൊരു കുറച്ച് സ്ഥലം കൂടെ കാണാനുണ്ട്, ഇനിയിപ്പം കുറേ നാൾ കൂടി കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലം കൂടെ കണ്ടിട്ട് പോകുന്നു പറയുമ്പോഴത്തേക്ക് പറയുന്നത്, അതെന്തിനാണ് സച്ചേട്ടാ, എനിക്കൊന്നത് കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നമുക്ക് കാശൊക്കെ പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അത് എനിക്കും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എന്ത് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും കുറേ സ്ഥലങ്ങൾ ചുറ്റണം, അതുപോലെ കുറേ ക്യാഷ് ഉണ്ടാക്കണം, അതുപോലെ പിന്നെ ഒരു കുഞ്ഞ് രേവതിക്കുട്ടി രേവതിക്കുട്ടി അത് സച്ചിയേട്ടൻ പറയുന്നത് വെറുതെ. കാരണം ഞാൻ കരുതുന്ന ഒരു കൊച്ച് സച്ചിക്കുട്ടനാ പറയുന്നത്. അത് നടക്കത്തില്ല, കാരണം ഇത് എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ സ്വപ്നമല്ല നീ ചോദിച്ചെന്ന് പറയുമ്പോൾ, ചേട്ടൻ്റെ സ്വപ്നമാണേലും ഇത് ഈ ആഗ്രഹം ഇതേ നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് നടക്കത്തില്ല, എൻ്റെ ആഗ്രഹം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ തർക്കിക്കുവാണ്. അപ്പം അത് കഴിഞ്ഞെന്ന് പറയാം, എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഇന്ന് കറങ്ങാമെന്ന് പറയും. അങ്ങനെ കറങ്ങുവാണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും റൂം എടുക്കാമെന്ന് പറയും. എന്തിന് വേറെ റൂം എടുക്കുന്ന പറയുമ്പോൾ സച്ചി ചോദിക്കുമ്പോൾ പറയും, അല്ല മറ്റേ ആ പിള്ളേർ അവരിമാർ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്, നമ്മളെ സച്ചിയേട്ടൻ രാവിലെ വഴക്കുണ്ടാക്കിയതുകൊണ്ട് അവന്മാർ ചെറിയ രീതിയിൽ പ്രശ്നക്കാരായിട്ട് മാറിയേക്കുമല്ലെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി പറയും, അതൊന്നും കാര്യമൊന്നും 2 കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആകുമെന്ന് പറയണം. അപ്പോൾ പറയാം, 2 കൊടുക്കാൻ നിൽക്കുകയൊന്നും വേണ്ട സച്ചിയേട്ടാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം, നമുക്ക് വേറെ എവിടെയെങ്കിലും താമസമാണെന്ന് പറയാം, അതൊക്കെ നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പുറത്ത് നമ്മുടെ ശ്രുതിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, ഏതൊക്കെയാലും ഞാൻ പോയി അമ്മയ്ക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് പറ്റിയ ഡ്രൈവർ പിന്നെയും വിളിക്കുന്നുണ്ട്. ഡ്രൈവർ വിളിക്കുമ്പോഴത്തേക്ക് പറയാം, എനിക്ക് കുറച്ചും കൂടെ സമയമുണ്ട്, 1 മണിക്കൂർ സമയം വേണം, 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് പോകാമെന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ അതെന്താ സാറേ നമ്മൾ എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ശ്രുതിയോട് സംസാരിക്കുക, എന്താണ് നാണുവേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞ്, അതായത് വൈദ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കഷായം കിട്ടും, കഷായം മേടിച്ച് നമുക്ക് കൊടുക്കാം, അതാകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അസുഖം ഭേദമാകും എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി സംസാരിക്കുന്നുണ്ട്. അപ്പം ശ്രുതി അങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ വേദന എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനെ സ്വയമേ പറയുന്നുണ്ട്, ഈ തള്ള അടമ്പ് സൂത്രം എടുത്ത് മാത്രം നിൽക്കുന്ന എനിക്ക്, ഞാനും എൻ്റെ കെട്ടിനൊരു ടൂർ പോകാൻ പോലും സമ്മതിക്കുന്നില്ല, ഇവരെന്തേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നുണ്ട്. അപ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കെ അവളുടെ അസുഖമെല്ലാം മാറിക്കോളും എന്നെല്ലാം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് തന്നെ അടുത്ത സീൻ കാണിക്കുന്ന പറയുമ്പോഴത്തേക്ക് രേവതി സച്ചി ഇങ്ങനെ ഉല്ലസിച്ചുകൊണ്ട് നടക്കണം. അപ്പം ആ ഹോട്ടലിൽ മറ്റേ പയ്യന്മാരുണ്ടല്ലോ, അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അടിച്ചിട്ട് ഇവരെ കാണുന്നില്ല. അപ്പോൾ അവരെ പിടിക്കണം, അവരെ ഉപദ്രവിക്കണം എന്നുള്ളൊരു ആണല്ലോ ആ 4-ാം മാർക്കുള്ളത്. അപ്പോൾ റിസപ്ഷനിലൊക്കെ പോയി ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, സാർ അവർ പോയി എന്ന് പറയാം. പോയോ? ഉള്ള അതിലൊരുത്തം പറയുന്നുണ്ട്, പോയാലും വൈകിട്ട് വരൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ അപ്പം തന്നെ അമ്മമാർ ഇറങ്ങി ബൈക്കൊക്കെ എടുത്ത് കറങ്ങുന്നുണ്ട്. സച്ചിൻ രേവതിയൊക്കെ പല രീതിയിൽ അങ്ങനെയുള്ള സീനൊക്കെ കാണിക്കുന്നുണ്ട്. അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ സച്ചിൻ രേവതിയും കൂടി ചേർന്ന് പല സ്ഥലങ്ങളിലൊക്കെ പോയി ഒരു സീനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത് കഴിഞ്ഞാൽ ശ്രുതി നിൽക്കുമ്പോഴത്തേക്ക് വേദന കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക്
സുധി ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. വൈദ്യൻ്റെ അടുത്ത് ഒരു മരുന്ന് മേടിച്ചുകൊണ്ട്, അമ്മ ഇത് കുടിച്ച് ഏതാണ്ട് ഇത് നാണുവൈദ്യൻ്റെ അടുത്ത് മേടിച്ച മരുന്നാണ്, ആ മരുന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആവും എന്നുള്ളത് പറഞ്ഞ്, ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഇത് കൊടുക്കുന്നുണ്ട്. അതായത് വൈദ്യൻ്റെ നിർബന്ധിച്ച് പിടിച്ച് ചന്ദ്രമതിയുടെ വായിക്കകത്ത് ശ്രുതിയും ചേർന്ന് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ശരിക്കും എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരാശ്വാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പോകാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പക്ഷെ അത് പോകില്ലെന്ന് തന്നെ നാളത്തെ സീനിൽ കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ കോർത്തിണക്കിയ ഒരു വിശേഷമാണ് ഇന്ന് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം വരുന്ന ദിവസങ്ങളുള്ള വിശേഷങ്ങളെല്ലാം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.